ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന സ്നാക്കെന്നോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റെന്നോ ഒക്കെ പറയാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അതേപോലെ നല്ല ഹെൽത്തിയാണ്, പിന്നെ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം അതിനായിട്ട് വലിയ 2 പഴം എടുത്തിട്ടുണ്ട്. പാകത്തിന് പഴുപ്പുള്ള പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക, നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി പഴം നല്ല സോഫ്റ്റ് ആവുകയും തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 കൈപ്പിടി നിറയെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഏലക്കായും ചെറിയ ജീരകവും കൂടി പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങൻ്റെ കളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം തേങ്ങയും പഴമൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ആ പഴം നന്നായിട്ട് സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ തവി വെച്ചിട്ടോ നന്നായിട്ട് നുടച്ചെടുക്കുക. പഴം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് റാഗി അല്ലെങ്കിൽ കോറ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉമികളോട് കൂടി പൊടിച്ച പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. കോറ നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം വാർത്തിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉമിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന് 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് പാൽ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പാൽ ആദ്യം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്, അതിൻ്റെ പകുതി ആദ്യം ചേർത്ത് കൊടുക്കുക, പിന്നെ ബാക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് മിക്സായി വന്നിട്ട് ആ വെള്ളമൊക്കെ അതിൽ നന്നായിട്ട് വറ്റി വരുമ്പോൾ ബാക്കി 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി വേവിക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര പാനി ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 അച്ച് ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് മാത്രമാണ് ബാക്കി 1.5 ടേബിൾ സ്പൂണുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയും മിക്സാക്കി വന്നപ്പോഴേക്കും അത്യാവശ്യം ഈ റാഗി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമ്മളിത് ആവിയിലൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിലാകുമ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതാ ആവി കയറ്റാൻ വേണ്ടി ആവി പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ ഇതേപോലെ തട്ടിലൊക്കെ വെച്ച് കൊടുത്ത് ആവി കയറ്റിയെടുക്കുക. ഇനി 5-6 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് എല്ലിന് ബലത്തിനും ആരോഗ്യത്തിനും അതേപോലെ എന്താ പറയുക വളർച്ചക്കുറവൊക്കെ ഉള്ള കുട്ടികളുണ്ടാവില്ലേ, അവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനും കൊടുക്കാനും പറ്റിയൊരു പോഷകമായിട്ടുള്ളൊരു ഐറ്റംസാണ് പഴവും അതേപോലെ റാഗി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ മറക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.